ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് കൺമണി ദേവ്ജിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. സാഗർ കൃഷ്ണന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് പറയുകയാണ് ദേവ്ജി. കൺമണി എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സാഗർ എപ്പോഴെങ്കിലും സ്വന്തം മകനാണ് ബലരാമൻ, സാഗറിന്റെ സ്വന്തം മകനാണ് ബലരാമൻ. ആ സത്യം സാഗറിനും അറിയാം. എന്നിട്ട് സാഗർ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? കൃഷ്ണന് വേണ്ടിയാണ് സാഗർ വിഷമിക്കുന്നത്, അല്ലാതെ ബലരാമന് വേണ്ടി ഒരു നിമിഷം പോലും സാഗർ വിഷമിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അത്രമാത്രം ആത്മബന്ധമുണ്ട് കൃഷും സാഗറും തമ്മിൽ. അതുകൊണ്ട് കൃഷ്ണന്റെ സന്തോഷത്തിന് വേണ്ടി സാഗർ ഏതറ്റം വരെയും പോകും. നാളത്തെ ജനറൽ ബോഡി മീറ്റിംഗിൽ മാനസികയുടെ അച്ഛൻ ജയമോഹനെ സാഗർ ചവിട്ടി പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിയാകെ സന്തോഷിങ്ങനെ നിൽക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന കൃപയും സുജാതയുമാണ്. സുജാതയും കൃപയും ഇങ്ങനെ വഴക്കടിക്കുകയാണ്. എങ്ങോട്ടാ പോകുന്നതിന് വേണ്ടി കൃപയെ വിളിക്കുകയാണ്. പക്ഷെ കൃപ തയ്യാറാകുന്നില്ല. എങ്ങോട്ടാണെങ്കിലും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ് കൃപ. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആന്റിയമ്മ വരികയാണ്. എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം മടികൂടുന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സുജാത, നോക്കിയ ആന്റിയമ്മേ, ദേ കൃപ എനിക്കൊപ്പം വരുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട ആന്റിയമ്മ പിന്നെ കൃപയോട്, നിനക്കെന്താ അമ്മയുടെ കൂടെ പോയാൽ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ സുജാത അമ്പലത്തിലേക്കാണെന്ന് പറയുകയാണ്. തുടർന്ന് കൃപ പിന്നെ ആന്റിയമ്മയോട് പറയുന്നത്, ഞാൻ എന്തിനാണ് അമ്മയ്ക്കൊപ്പം അമ്പലത്തിലേക്ക് പോകുന്നതെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എനിക്ക് അമ്പലത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അമ്മ അമ്പലത്തിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ബലരാമന് വേണ്ടി പ്രാർത്ഥിക്കാനും കൃഷിന്റെ കട്ടിയും പണവും മടങ്ങാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അമ്മ അമ്പലത്തിലേക്ക് പോകുന്നത്. എന്റെ ചേട്ടൻ കൃഷിന് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് കൃഷി നശിച്ചു കാണണേ എന്ന് ആഗ്രഹിക്കുന്നവർക്കൊപ്പം ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ് കൃപ. എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് വിഷമമാവുകയാണ്. തുടർന്ന് സുജാത തന്റെ വിഷമങ്ങൾ പറയുകയാണ്. നോക്കി ചേച്ചിയമ്മ, ഈ വീട്ടിൽ ഇപ്പോൾ ആർക്കും എന്നെ ഒരു വിലയുമില്ല. എല്ലാം സാഗർ പറഞ്ഞിട്ടായിരിക്കും എല്ലാവരും എന്നെ ഒഴിവാക്കുന്നത്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ കൃപയെ നിർബന്ധിക്കുകയാണ്. എന്റെ പൊന്നു മോളല്ലേ, നീ അമ്മയ്ക്കൊപ്പം ഒന്ന് പോ, അല്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥത തരില്ല. തുടർന്ന് കൃപ അതിന് വഴങ്ങുകയാണ്. തുടർന്ന് കൃപ അമ്മയ്ക്കൊപ്പം അമ്പലത്തിലേക്ക് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സുജാത കൃപയോട് ഭക്തിയെക്കുറിച്ച് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃപയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. നമ്മൾ അമ്പലത്തിൽ 10 മിനിറ്റ് വൈകിയത് കൊണ്ടൊന്നും ഒരു കുഴപ്പവുമില്ല. ഈശ്വരൻ അവിടെയുണ്ടല്ലോ, നമ്മൾ എപ്പോൾ പ്രാർത്ഥിച്ചാലും ഈശ്വരൻ കേൾക്കുമെന്നൊക്കെ പറയുകയാണ്. എന്നാൽ ആ മറുപടിയൊന്നും സുജാതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. തുറന്നു കാണിക്കുന്ന മാനസിയാണ്. മാനസ സാഗറിന്റെ വീടിന്റെ പടിക്കൽ എത്തിയ ശേഷം കൺമണിയെ ഫോണിൽ വിളിക്കുകയാണ്. തുറന്ന മാനസയുടെ കോള് കാണുമ്പോൾ തന്നെ കൺമണി നല്ല ദേഷ്യം വരികയാണ്. തുറന്ന് കൺമണിയെ ഫോൺ എടുക്കുകയാണ്. തുറന്ന് കൺമണിയോട് മാനസ, കൺമണി ഇപ്പോൾ എവിടെയാണ്? കൃഷിന്റെ കൂടെയാണോ അത് അലിഗയിലാണെന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണി, ഞാൻ ഇപ്പോൾ അലിഗയിൽ തന്നെയുണ്ട്, എന്താണ് കാര്യം, എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. നല്ല ഗൗരവത്തിലാണ് ചോദിക്കുന്നത്. തുറന്ന് മാനസ പിന്നെ കൺമണിയോട്, നാളെയാണല്ലോ അലിഗയുടെ ജനറൽ ബോഡി മീറ്റിംഗ്. എന്നെയും എന്റെ അച്ഛനെ അലിയിൽ നിന്ന് പുറത്താക്കാനുള്ള പ്ലാനിലാണെന്ന് എനിക്കറിയാം. അത് ഏതുവരെ ആയി എന്ന് ചോദിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഞങ്ങളെ കുറിച്ചായിരിക്കും അല്ലേ സംസാരം. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന കൺമണി, മാനസിക്ക് ഇപ്പോൾ എന്താണ് അറിയേണ്ടത്? ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ അത് എന്നോട് ചോദിക്കേണ്ട. ഒരു കാര്യം ചെയ്യും, ദേവ്ജിയോ സാഗറിനെയോ നേരിട്ട് വിളിച്ചോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസിക നല്ല ദേഷ്യം വരികയാണ്. തുടർന്ന് മാനസ പിന്നെ എന്തൊക്കെയോ പറയുകയാണ്. പിച്ചുമ്പയും കുറെ പറയുന്നുണ്ട്. നല്ല ദേഷ്യത്തിൽ പിന്നെ കൺമണിയോട്, നീ നോക്കിക്കോ കൺമണി, നാളത്തെ ജനറൽ ബോഡി മീറ്റിംഗിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിടാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇറക്കി വിടാനാണ് ഉദ്ദേശമെങ്കിൽ അലിക ഞങ്ങൾ പൊളിച്ച് കുളം തോണ്ടും എന്ന് പറയുകയാണ്. അലിക തുടർന്ന് അങ്ങോട്ടും ഉണ്ടെങ്കിൽ അതിൽ ഞാനും എൻ്റെ അച്ഛനും ഉണ്ടാകും. ഞാനും എൻ്റെ അച്ഛനും ഇല്ലാതെ അലിക ഇനി മുന്നോട്ട് പോകില്ല എന്ന ഒരു ഭീഷണി മുഴക്കിക്കൊണ്ട് നല്ല ദേഷ്യം ഫോൺ വെക്കുകയാണ്. അതിനുശേഷം മാനസ സാഗറിന്റെ വീടിന്റെ ഗേറ്റ് തുറന്ന് വീടിനകത്തേക്ക് കയറി ചെല്ലുകയാണ്. കോളിംഗ് ബെൽ അടിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. മാനസയെ കാണുമ്പോൾ ഒരു പുച്ഛഭാവത്തിലാണ് ആന്റിയമ്മ വരുന്നത്. തുടർന്ന് ആന്റിയമ്മ പിന്നെ മാനസയോട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് മാനസ പിന്നെ ആന്റിയമ്മയോട്, എനിക്ക് മനസ്സിലായി ആന്റിയമ്മയ്ക്ക് എൻ്റെ വരവ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ആന്റിയമ്മയോട് കുറച്ച് കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന ആന്റിയമ്മ, നീ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ ഇങ്ങനെ നിൽക്കാൻ പാടില്ല, ഇപ്പോൾ തന്നെ വന്ന വണ്ടിക്ക് പോയിക്കോളാൻ പറയുകയാണ്. നിന്നെ ഞാൻ വീട്ടിലിരുത്തി സൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പൊക്കോ മാനസ, ഇനി എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കേണ്ട. ഞാൻ ഇപ്പോൾ ഏറ്റവും വെറുക്കുന്ന ഒരാളാണ് നീ. കാരണം നീ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നിന്നോട് വിട്ടുവീഴ്ചയില്ല. എൻ്റെ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ ഈ വീട് വിട്ട് പൊയ്ക്കോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന മാനസ ഒന്നും പറയാതെ ആന്റിയമ്മേന്റെ അടുത്ത്, ആന്റിയമ്മ ഇങ്ങനെ പുറത്തുനിന്ന് സംസാരിക്കണം, നമുക്ക് അകത്ത് പോയിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാനസ ആന്റിയമ്മയുടെ കൈ ബലമായിട്ട് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അതിനുശേഷം ഊണുമുറിയിൽ കൊണ്ടുവന്ന് ആന്റിയമ്മയുടെ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് മാനസ അവിടെ കാല് വെച്ച് ഇരിക്കുകയാണ്. തുടർന്ന് ആന്റിയമ്മ വീണ്ടും മാനസയോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്തിനാണ് ഇങ്ങോട്ട് വീണ്ടും വലിഞ്ഞു കയറി വന്നത്? ഇറങ്ങിപ്പോടി, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. എനിക്ക് നിന്നെ കാണുന്നതേ കലിയാണ്, വെറുപ്പാണ്, ഇറങ്ങിപ്പോടി എന്നൊക്കെ നല്ല ദേഷ്യത്തിൽ പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ ഒന്ന് ചിരിക്കുകയാണ്.
കഴിഞ്ഞ തവണ അലിഗയിൽ ഞങ്ങളെ പുറത്താക്കാനുള്ള മീറ്റിംഗിൽ എന്നെയും എൻ്റെ അച്ഛനെയും രക്ഷപ്പെടുത്തിയത് ആന്റിയമ്മയാണ്. ആന്റിയമ്മ ഇടപെട്ടാണ് ഞങ്ങളെ പുറത്താക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അതുകൊണ്ട് ആന്റിയമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒരു തവണയും കൂടി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മയ്ക്ക് വീണ്ടും പ്രഷർ കയറി ദേഷ്യം വരികയാണ്. ഇല്ല, നിനക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരിക്കലും നിൽക്കില്ല എന്ന് പറയുകയാണ്. അത് പ്രതീക്ഷിച്ച് നീ വെറുതെ ഇവിടെ വന്നിരിക്കേണ്ട എന്ന് പറയുകയാണ്. നീ ഇപ്പോൾ തന്നെ സ്റ്റാൻഡ് വിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആന്റിയമ്മ മാനസയുടെ കഴുത്തിന് കുത്തി പിടിച്ചിട്ട് വീടിന്റെ പുറത്തേക്ക് തള്ളുകയാണ്. എന്നാൽ ഈ സമയത്ത് നല്ല ദേഷ്യത്തിൽ മാനസ വീടിന്റെ ഫ്രണ്ട് ഡോർ അടച്ച് അകത്തേക്ക് കയറി ചെന്ന് ആന്റിയമ്മയെ ഭീഷണിപ്പെടുത്തുകയാണ്. ആ ഗുണ്ടയെ വിട്ട് കൃപയുടെ വീഡിയോ കാണിച്ചിട്ടായിരിക്കും മാനസ ആന്റിയമ്മയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവുക. അതെന്തായാലും പക്ഷെ ഇന്ന് കാണിക്കുന്നില്ല. തുറന്ന് കാണിക്കുന്ന മാനസ നല്ല ഹാപ്പി ആയിട്ട് വരുണെ പോയി കാണുകയാണ്. തുറന്ന് വരുൺ പിന്നെ മാനസ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? നാളെയല്ലേ നിന്റെ അച്ഛനെ അലിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്ന ദിവസം. എന്നാൽ അത് കേട്ട് മാനസ ഞാൻ ഇപ്പോൾ ആന്റിയമ്മയെ പോയി കണ്ടു വരുന്ന വഴിയാണെന്ന്. നാളെയാണ് അലിഗയിലെ ജനറൽ ബോഡി മീറ്റിംഗ്. വരുൺ എന്ത് തോന്നുന്നു? എന്നെയും എൻ്റെ അച്ഛനെയും ചവിട്ടി പുറത്താക്കുമെന്ന് വരുണ് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ ഒന്ന് ചിരിച്ചോണ്ട് അതിനിപ്പോൾ സംശയിക്കാൻ എന്താണുള്ളത്? നാളെ അലിഗയിൽ നിന്ന് നിന്റെ അച്ഛനെയും ചവിട്ടി പുറത്താക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ ഗണിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് വരുൺ. എന്നാൽ അത് കേട്ട് മാനസ പിന്നെ വരുണിനോട് പിന്നെ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. വരുൺ എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ, എന്റെ കണ്ണുകളിലെ ഈ കോൺഫിഡൻസ് കണ്ടിട്ട് വരുൺ എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ മാനസയെ ഒന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ട് നീ തോറ്റ് തൊപ്പിട്ടാൽ പോലും നിന്റെ കണ്ണുകളിൽ നല്ല കോൺഫിഡൻസ് കാണാം, അതുപോലെ തന്നെയാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. എന്നാൽ അത് കേട്ട് മാനസിക നല്ല ദേഷ്യം വരികയാണ്. തുടർന്ന് മാനസ പിന്നെ വരുണോട് നീ നോക്കിക്കോ വരുണെ, നാളെ പലതും നീ പ്രതീക്ഷിക്കാത്ത നടക്കുമെന്ന് പറയുകയാണ്. ഇത് ഇത്രയും നാളത്തെ പോലെയല്ല, ഞാൻ ഇത്തവണ സൂപ്പർ കോൺഫിഡന്റ് ആണെന്ന് പറയുകയാണ് മാനസ. എന്നാൽ ഈ സമയത്ത് വരുൺ ഒരു കോൾ വരികയാണ്. മാനസയുടെ അച്ഛൻ ജയമോഹനാണ് വരുണെ വിളിക്കുന്നത്. തുറന്ന് വരുണോട് നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. തുറന്ന് വരുൺ ഞാനിപ്പോൾ മാനസിക്കോ അപ്പം പുറത്താണെന്ന് പറയുകയാണ്. തുറന്ന് ജയമോഹൻ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, നീ എത്രയും പെട്ടെന്ന് മാനസിയും കൂട്ടി എന്റെ വീട്ടിലേക്ക് വാ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. എന്നാൽ അത് കേട്ട് വരുണൊന്ന് പേടിക്കുകയാണ്. എന്തിനാണ് മാനസിയുടെ അച്ഛൻ എന്നെയും മാനസിയും ഒരുമിച്ച് കാണണമെന്ന് പറഞ്ഞത്? ഈശ്വര, മാനസിക എന്റെ തലയിൽ കെട്ടിവെക്കാനാണോ ഇനി ഇവരുടെ പ്ലാൻ? തുറന്ന് ഫോൺ വെച്ച ശേഷം മാനസിയോട് പിന്നെ വരുൺ എന്തിനാടി നിന്റെ അച്ഛൻ എന്നെ കാണണമെന്ന് പറഞ്ഞത്, വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട മാനസ നീ ധൈര്യമായിരിക്കും വരുൺ, ഞാനില്ലേ നിനക്കൊപ്പം, വാ നമുക്ക് അച്ഛനെ പോയി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മാനസ വരുണിയും കൂട്ടിക്കൊണ്ട് അച്ഛനെ കാണാൻ ചെല്ലുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.